ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രിസ്മസ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 2 കപ്പ് മൈദ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരിപ്പയിലിട്ട് ഒന്ന് തരിച്ചെടുക്കണം. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം തരിച്ചെടുക്കുക. ഞാനിവിടെ ഒരു പ്രാവശ്യം തരിച്ച് പിന്നെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്താലും മതി. ഇനി ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് 3 മുട്ടയാണ്. 3 വലിയ മുട്ടയാണ്. അതൊന്ന് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇട്ടെടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുഴുവനും ഒന്നായിട്ടിടരുത്, കുറേശ്ശെ ഇട്ടെടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്, പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ബാക്കിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ നെയ്യ് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പാലും കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്റ്റൗവിൻ്റെ മുകളിൽ ഇതുകൊണ്ടുള്ള ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 30 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാറുണ്ട്. അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. എങ്കിലാണ് നമ്മുടെ കേക്കിനൊരു വെള്ളം പുളി ഇല്ലാണ്ടിരിക്കുള്ളൂ. ഇനി 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കേക്ക് ഒന്ന് ലെയറാക്കി എടുക്കണം. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പൊങ്ങിക്കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. എന്നിട്ട് അത് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ലെയർ ചെയ്യുന്നുണ്ട്. മുകളിലൊരു പീസ് കട്ട് ചെയ്യുക, രണ്ടാമത്തെ ലെയറിലും ഒരു പീസ് കട്ട് ചെയ്യുക. അങ്ങനെ മൊത്തം 3 ലെയർ. ഇത് കത്തി കൊണ്ടല്ലാതെ നൂല് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഷുഗർ സിറപ്പ് നല്ലോണം
തിളപ്പിച്ചതിന് ശേഷം തണിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരുന്നു. അത് ഇതിലേക്ക് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചിട്ടോ നല്ലോണം നനവ് വരണം. എങ്കിലേ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കാരമലൈസ് ചെയ്ത നട്ട്സാണ്. അത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് വിതറി കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഒരു കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കുക. ഈ ക്രീം ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ നട്ട്സുകളൊക്കെ വിതറുന്നതാണ് നല്ലത്. എന്നോടത് തിരിഞ്ഞു പോയതാണ്. അതാണ് നമുക്ക് ഏറ്റവും സൗകര്യം ഉണ്ടാവുക. ഇനി അതിൻ്റെ മുകളിൽ ഓരോ ലെയറിലും അങ്ങനെ തന്നെ ചെയ്യുക. ഏറ്റവും മുകളിലത്തെ ലെയറും ഇതോണം വെറ്റ് ചെയ്ത് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമാണ് ഞാൻ എടുത്ത് ഫുൾ ക്രീം വെച്ച് കൊടുത്തത്. ആദ്യം തന്നെ ക്രീം ഇതിൻ്റെ മുകളിലിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. സൈഡിലൊക്കെ അതിൻ്റെ ക്രംസൊക്കെ ഒന്ന് അടങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഇതോണം നല്ലോണം ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ക്രീമൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ക്രം കോട്ട് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണിതിപ്പോൾ. ഇനി അതിൻ്റെ മുകളിൽ നല്ല ഒരു ഫ്രോസ്റ്റിങ് കൊടുക്കുക. ഇത് അത്രയ്ക്ക് സ്മൂത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ മേലെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറുന്നതാണ്. അതുകൊണ്ട് അത്ര ഫിനിഷാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെള്ളം വെച്ചത്. അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു അരക്കപ്പോളം എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ പാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കാൻ പാടില്ല. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇത് മെൽറ്റായി വരണം. വെള്ളത്തിൽ തട്ടി നിന്നാൽ അത് വെന്ത് അത് കട്ടിയായി പോകും. എന്നിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. മെൽറ്റാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മെൽറ്റായതിന് ശേഷം അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം നമ്മൾ അതിലേക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പച്ച കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ക്രിസ്മസ് ട്രീൻ്റെ രൂപത്തിലുള്ളതാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ക്രിസ്മസ് കേക്ക് ആണല്ലോ, അതുകൊണ്ടാണ് ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു സ്റ്റിക്ക് എടുത്ത് ഒരു ബട്ടർ പേപ്പർ വെക്കണം ആദ്യം. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു ഇതുപോലുള്ള ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വരഞ്ഞു കൊടുക്കുക. ഇനി പൈപ്പിംഗ് ബാഗില്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും എടുത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി.
ഇനി അടുത്ത സ്റ്റിക്കും വെച്ച് അതിൻ്റെ മുകളിലും ഇങ്ങനെ ചെയ്യുക. അതോണം മൊത്തം 3 ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഡെക്കറേറ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിൽ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലിടുന്ന ഫോട്ടോ വീഡിയോ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ വീഡിയോ കട്ടായി പോയിരുന്നു. അതുകൊണ്ടാണ്. ഇനി സൈഡിലും ഇതോണം ഒന്ന് വിതറി കൊടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഡെക്കറേഷൻ നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇത്. അപ്പോൾ മെല്ലനെ അവിടെ കുത്തി കൊടുക്കുക. അങ്ങനെ 3 കുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു ട്രീ പൊട്ടിപ്പോയിരുന്നു, അത് ഞാൻ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ വിതറി കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ക്രിസ്മസിന് നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേക്ക് തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഡെക്കറേഷനൊക്കെ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നോസിലോ ഒന്നും ഉപയോഗിച്ച് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.